ശബരിമലയെ ആഗോളതലത്തിൽ തന്നെ അങ്ങനെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അത്തരത്തിലൊരു പദ്ധതി വരുന്നു. അങ്ങനെ ഒരു സംഗമം ഉണ്ടാവുന്നു. മന്ത്രി ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ പലതരത്തിൽ ഉള്ള അഭിപ്രായങ്ങളൊക്കെ വന്നതാണ്. വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ആ സമയത്താണ് ഇത് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം മതേതര സർക്കാരാണ്, ഈ മതപരമായ കാര്യങ്ങളിൽ ഇവർക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് കോടതിയിലേക്ക് ഒരു ഹർജി പോയിരുന്നു. അതിനുശേഷമാണ് സ്റ്റാലിനെ ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നു. സ്റ്റാലിൻ പക്ഷേ വരുന്നില്ല, 2 മന്ത്രിമാരെ അയക്കാമെന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റാലിൻ മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ BJPയുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ വലിയ വിമർശനം നടത്തുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം, ഇവർക്ക് വോട്ട് മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പറയുന്നുമുണ്ട്. അത്തരത്തിലുള്ള വിവാദങ്ങൾ ശബരിമലയുമായി ഈ സംഗമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അജിംസ്, യഥാർത്ഥത്തിൽ സർക്കാർ എന്തായിരിക്കും അങ്ങനെ ഒരു സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അങ്ങനെ ഒരു സംഗമം സർക്കാർ നടത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിലെ പല സർക്കാരുകളും ഈ റിലീജിയസ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നടത്തുകയോ അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ അതിൻ്റെ മുഖ്യ സംഘടനയായി മാറുകയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുംഭമേള നടത്തുന്ന UP സർക്കാരാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് സാധ്യമാണ്. നമ്മുടെ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ഒരു സെക്യുലർ ഗവൺമെൻറ് ആണെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുക, അതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുക, അതിനെ തള്ളി പറയുക എന്നുള്ളതല്ല നമ്മുടെ സെക്യുലറിസത്തിൻ്റെ രീതി. ഒരു മതപരമായ ഇവൻറ്റ് സംഘടിപ്പിക്കാൻ കഴിയുന്നത്ര ഫ്ലെക്സിബിളാണ് നമ്മുടെ സെക്യുലറിസം. അപ്പോൾ ഭരണഘടനാപരമായോ നിയമപരമായോ നോക്കിയാൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ മറ്റൊരു പ്രശ്നം രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച പ്രശ്നമാണ്. അതായത് നാസ്തികരായ ദൈവവിശ്വാസികളല്ലാത്ത ഇവരെന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ള ചോദ്യം. ഈ സർക്കാർ, അത് സർക്കാരാണ് നടത്തുന്നത്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനോ അല്ലാതെ നടത്തുന്നത്. ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റാണ്. എലക്റ്റഡ് ഗവൺമെൻറ്റിന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിന്നോ വ്യത്യാസമില്ല. ഏത് മതത്തിൻ്റെ ഇവൻറ്റും അവർ നടത്തും. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പരിപാടിയാണ്, ദേവസ്വം ബോർഡ് അതിന് ഫണ്ട് അനുവദിക്കും, അവർ ആ പരിപാടി നടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് പിണറായി വിജയനേക്കാൾ നിരീശ്വരവാദിയായ MK സ്റ്റാലിനാണ്. അവരുടെ സർക്കാർ എന്തെല്ലാം പരിപാടി നടത്തുന്നുണ്ട്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെ ഉത്സവം കാരണം സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി തന്നെയാണ്. ഇനി വേളാങ്കണ്ണി ടൂർ പ്രോഗ്രാം, അതിന് തമിഴ്നാട് സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. നാഗൂർ, മുത്തുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉറൂസുകൾ, അതിനൊക്കെ സർക്കാർ പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷപാതം കാണിക്കരുത് എന്നുള്ള ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായ ചടങ്ങിന് സർക്കാർ പിന്തുണ കൊടുക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. മാത്രവുമല്ല, ശബരിമലയെ സംബന്ധിച്ച് സവിശേഷമായി സർക്കാർ അങ്ങനെ ഒരു പരിപാടി അയ്യപ്പ സംഗമം നടത്തുന്നത് നല്ലതാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്ന് ശബരിമല 2019 ആ സുപ്രീം കോടതി വിധിക്ക് ശേഷം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഇടമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറവിൽ, ശബരിമലയുടെ മറവിൽ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഹേറ്റ്രഡ് പരത്താനും അതുപോലെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശബരിമലയുടെ പ്രത്യേകത എന്നത് ഈ പരിപാടി നടന്നതിനെക്കുറിച്ച് മന്ത്രി VN വാസവൻ പറഞ്ഞത് ശബരിമലയുടെ ഇമ്പോർട്ടൻസ് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അത് അറിയിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ കാരണം കേരളത്തിൻ്റെ സെക്യുലറിസത്തെ ഇങ്ങനെ, നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ ശബരിമലയുടെ സ്ഥാനം അദ്വിതീയമാണ്. അതിൻ്റെ കാരണം വേറെ ഒരു ഹിന്ദു ടെമ്പിളിലും അഹിന്ദുക്കൾക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ജാതി മതഭേദമന്യേ ആർക്കും പോകാൻ കഴിയുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശബരിമല. അപ്പോൾ ഹിന്ദു ഭൂരിപക്ഷമായ ഒരു സംസ്ഥാനം, നമ്മൾ അങ്ങനെ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ ആ ശബരിമലയുടെ സ്വഭാവം, അതിൻ്റെ സെക്യുലർ സ്വഭാവം എന്താണെന്നുള്ളത് ലോകത്തോട് തന്നെ വിളിച്ചു പറയണം, കേരളത്തിലുള്ള ചിലരോടും വിളിച്ചു പറയണം. ഇതൊരു സെക്യുലർ റിലീജിയസ് സ്ഥാപനമാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല എന്ന് സർക്കാർ വിളിച്ചു പറയേണ്ടത് അത്യാവശ്യമാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇത് സംഘടിപ്പിക്കുന്ന ഈ വർഷം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും. കാരണം ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴൊന്നും സർക്കാരിന് ഇത് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തോന്നുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് നടപ്പാക്കാൻ എടുത്ത തീരുമാനം അത് തിരിച്ചടിയായെന്ന CPM എന്ന പാർട്ടിയുടെ വിലയിരുത്തൽ, പിന്നീട് അത് തിരുത്താനുള്ള ശ്രമങ്ങൾ, ഇത് മുമ്പും ആവുമായിരുന്നു. ഇങ്ങനെയൊരു സാധനം മുമ്പും ആവുമായിരുന്നു, ആ സമയത്ത് തന്നെ ആവുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് ചോദ്യം ചോദിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പ്രത്യേകിച്ച് ശബരിമല പോലുള്ളൊരു വിഷയം, കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ളൊരു ദേവാലയമാണ് ശബരിമല, ഏറ്റവും ജനപ്രീതിയുള്ള. അപ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ഡിബേറ്റബിളാണ്. പക്ഷേ നിയമപരമായോ ഭരണഘടനാപരമായോ ഇതിലൊരു തെറ്റുമില്ല. മറ്റൊന്ന്, ശബരിമലയുടെ പ്രാധാന്യം ലോകത്തോട് വിളിച്ച് പറയാൻ തന്നെ വേണം. അത് സർക്കാർ അഭിമുഖ്യത തന്നെ ആവുന്നതാണ് കേരളത്തിന് നല്ലത്. നിഷാദിന് എന്താ തോന്നിയത്? ഇത്
തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കേരളത്തിൻ്റെ സെക്യുലർ സംഗതികളെ ഉയർത്തിപ്പിടിക്കുകയും കേരളത്തിന് നഷ്ടമായിരിക്കുന്ന ഈ സെക്യുലർ സാധ്യതകളെ വീണ്ടെടുക്കുകയും ചെയ്യുക എന്ന വലിയ ഉദ്ദേശത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സർക്കാരിന് സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേക്കുറിച്ചാണ് ദിവസേന എന്നോട് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ്, കഴിഞ്ഞ മുമ്പത്തെ സീസണിലോ കഴിഞ്ഞ സീസണിലോ അവിടെ ചില തിരക്കുണ്ടായിട്ട് ഒരു കുട്ടി വഴിയിലിരുന്ന് പോലീസ് വണ്ടിയിരുന്ന് കരഞ്ഞുപോയി അച്ഛനെ കാണാതെ. അത് വലിയ വാർത്തയായി മാറി. സംഘ് ഹാൻഡിലുകൾ രാജ്യമെമ്പാടും പ്രചരിപ്പിച്ചു പോലീസ് അട്രോസിറ്റി ഭക്തർക്കെതിരെ എന്ന്. വലിയ തോതിൽ ഇപ്പോഴും ഒഴുകി പറക്കുകയാണ് രാജ്യം മുഴുവൻ. കേരള പോലീസിൻ്റെ വണ്ടിയിൽ നിന്നാണ് കുട്ടി കരയുന്നത് എന്നോർക്കണം. ഈ കേരള പോലീസ് ഒരു വാചകം ഈ തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ടില്ല. കാരണം സംഘ് ആൾക്കാരായിരുന്നു ഇത് പ്രചരിപ്പിച്ചത്. കേരളത്തിൽ പ്രചരിക്കുന്ന വെറുപ്പിനും വിദ്വേഷത്തിനെതിരെ, അത് ശബരിമലയെ മുൻനിർത്തിക്കൊണ്ടുള്ള വെറുപ്പിനും വിദ്വേഷത്തിനെതിരെ പോലും നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ കർശനമായ താക്കീത് കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥാപനമാണ് ഈ പറയുന്ന പോലീസ് എന്ന് പറയുന്നത്. പോലീസിൻ്റെ പേജ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ പേജുകളിലൊന്നാണ്. മാലമോഷണ കേസിലെ പ്രതിയെ പിടിച്ചാൽ അത് BGM ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വെറുപ്പ് പ്രചരിപ്പിച്ചാൽ അടി കിട്ടും എന്ന് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മിസ്ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കരുത്, സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നതിൻ്റെ പേരിൽ പോസ്റ്റ് ഇട്ടിട്ട് നടപടിയെടുത്ത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ സെക്യുലറിസം എന്ന ആശയത്തോടുള്ള ഒടുങ്ങാത്ത പ്രതിബദ്ധത കൊണ്ട് ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് രാജ്യമാകമാനം ഒരു ക്യാമ്പയിൻ നടത്താം എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹേറ്റ് ട്യൂബേഴ്സിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ അടക്കം സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുമായിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ശബരിമലയെ പിന്നെ ആഗോളതലത്തിൽ അജിംസ് പറഞ്ഞു ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധിപ്പിക്കേണ്ടതുണ്ട്. ശരിയാണ്. ഒന്നാമത് ശബരിമല ലോകത്താകമാനം അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ ശബരിമല വരുമാനത്തിൽ വല്ല കുറവുണ്ടാകും, ആളുകൾ വരുന്ന കുറയുന്നത്. കഴിഞ്ഞ തവണ വരുമാനം കൂടുതലാണ്, ആളുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ആളുകൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്ന ഉദ്ദേശം എന്താണ്? നിശ്ചയമായും കഴിഞ്ഞ തവണ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടിയെ ഇപ്പോഴും ഈ സർക്കാരിനെ പരാജയപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമായിട്ട് വലിയ തോതിൽ ഓടിക്കുന്നുണ്ട്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിപക്ഷവും BJP എല്ലാവരും ശ്രമിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കൊണ്ടു നടക്കുന്നു. നോർത്തിലടക്കം അതിനെ ഉപയോഗപ്പെടുത്തുന്നു, ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. അതിനെ മറികടക്കണം എന്ന ആവശ്യം സർക്കാരിന് മുമ്പിലുണ്ട്. അത് മറികടക്കാൻ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഈ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായി സ്വയം അടയാളപ്പെടുത്തുക എന്നതാണ്. അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അത് തെറ്റാണ്, കുഴപ്പമാണ്. നിങ്ങൾ അവരുടെ വിശ്വാസത്തിനകത്തേക്ക് നിങ്ങൾ അതിൻ്റെ പ്രായോജകരായി ചേരുന്നു, ആ പ്രശ്നമൊന്നുമല്ല ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുക വഴി ഞങ്ങളുടെ താല്പര്യങ്ങളും ഞങ്ങളുടെ താല്പര്യമില്ലായ്മകളും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസത്തെ ഹനിക്കുക എന്നുള്ള താല്പര്യമൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ കൂടെ, അയ്യപ്പ വിശ്വാസത്തിൻ്റെ കൂടെ, ആ വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങളെന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന കാര്യം സുവ്യക്തമാണ്. അതറിയാത്ത ആരും കേരളത്തിലില്ല. ആ നേട്ടം സർക്കാർ കൊണ്ടുപോകുമോ എന്ന ഭയപ്പാടിലാണ് രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം വിളിച്ച് ഈശ്വര വിശ്വാസം ഇല്ലാത്ത താൻ ഇത് ചെയ്യരുത് എന്ന് പിണറായി വിജയനോട് പറയുന്നത്. BJPയുടെ അത് തമാശയാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഉദ്ദേശം ഉണ്ടെന്ന കാര്യം വ്യക്തമാണ്. സെക്യുലറിസം പോലുള്ള ആശയങ്ങളാണെങ്കിൽ സർക്കാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് RSSനെ പോയി കണ്ട RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഓഫീസറെ സംരക്ഷിക്കാൻ ഇപ്പോഴും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ അഡ്മിനിസ്ട്രേഷന് സെക്യുലറിസത്തോട് ഒടുങ്ങാത്ത കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തിട്ട് കൂടി പറയുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടി ഭംഗിയാവുക എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് BJP പറയുന്നത് ഈ സർക്കാർ ഇത് ചെയ്യുന്നതിലുള്ള വിഷമമാണ്. അത് ഞങ്ങളുടെ മോദിജി നടത്തുന്ന പ്രാണപ്രതിഷ്ഠയാണെങ്കിൽ ഓക്കെ, രാമക്ഷേത്രത്തിന് അദ്ദേഹം തറക്കല്ലിടും, രാമക്ഷേത്രം അദ്ദേഹം തന്നെ ഇനാഗുറേറ്റും ചെയ്യും, അതിന് കുഴപ്പമില്ല. പക്ഷേ പിണറായി വിജയൻ ശബരിമല അടുത്തേക്ക് പോകാൻ പാടില്ല. കാരണം അതിൻ്റെ ഗുണം പിണറായി വിജയന് കിട്ടിയാൽ എന്ത് ചെയ്യും? അപ്പോൾ സ്റ്റേറ്റ് അതിനകത്തേക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറയാൻ ഓങ്ങി വന്നതാവണം. അപ്പോഴാണ് പഴയ പ്രാണപ്രതിഷ്ഠ ഓർമ്മ വന്നത്. സ്റ്റേറ്റ് ആണല്ലോ നടത്തിയത് മുഴുവൻ. അപ്പോൾ നിരീശ്വരവാദിയായ നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിരീശ്വരവാദവും വിശ്വാസത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന BJP ആഫീസാണ്. ഹിന്ദു വിശ്വാസത്തിന് മൊത്തം അട്ടിപ്പറ ഇവരുടെ കയ്യിലാണോ? ആരാണ് വിശ്വാസി? സ്റ്റാലിൻ വിശ്വാസി എല്ലാം കൂടെ മാറിയേക്ക്, ഇന്നയാൾ വിശ്വാസി. ഇപ്പോൾ ചിലതിൻ്റെ ഒരു മീമില്ലേ, ഇങ്ങനെ നോക്കിയിട്ട് കടത്തി വിടുന്നത്, അതാണ് രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലാണോ അതിൻ്റെ സീലിരിക്കുന്നത്? വിശ്വാസിയെല്ലാം തീരുമാനിക്കാൻ. പിണറായി വിജയൻ അത് നടത്താൻ തീരുമാനിച്ചാൽ പിണറായി വിജയൻ നടത്താൻ പറ്റും. നടത്താൻ പറ്റില്ല എന്ന് പറയാൻ, ആളുടെ വിശ്വാസമില്ലായ്മ തീരുമാനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആരാണ്? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. അദ്ദേഹം സ്വന്തം ആഫീസും വാർത്താ സമ്മേളനം നടത്താനുള്ള മുറിയൊക്കെ ഉള്ളതുകൊണ്ട് അഭിപ്രായം പറയാം. പക്ഷേ സർക്കാരിന് ഇത് നടത്താൻ പറ്റില്ല എന്ന് പറയാൻ ആരായി പറയുന്നത്? നരേന്ദ്രമോദി വിശ്വാസത്തെ എടുത്ത് കയ്യിലിട്ട് അതിൻ്റെ മൊത്തം സാധ്യതകളെ, ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ വീഡിയോ മൾട്ടിക്യാമിൽ സംപ്രേഷണം ചെയ്ത ചരിത്രം ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല മോദി അല്ലാതെ. എന്നിട്ട് ഇപ്പോൾ കിടന്ന് ഈ ദണ്ഡം പങ്കുവയ്ക്കുകയാണ്. തമാശയാണ് BJPക്കാരായിരുന്നു എനിക്ക് പറയാനുള്ളൂ.